ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടങ്ങൾ ഇന്നലെയായിരുന്നു നടന്നിരുന്നത്. ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. 1-3 ഗോളുകൾക്കാണ് പഞ്ചാബിനെ ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെടുത്തിയത്. ഈസ്റ്റ് ബംഗാൾ അർഹിച്ച ഒരു വിജയമാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. മികച്ച പ്രകടനമായിരുന്നു മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ പുറത്തെടുത്തത്. മത്സരത്തിന്റെ 12ാമത്തെ മിനിറ്റിൽ റാഷിദാണ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ലീഡ് നേടിക്കൊടുത്തത്. ബോക്സിന് വെളിയിൽ നിന്നുള്ള ഒരു കിടിലൻ ഷോട്ട് ഗോളിൽ കലാശിക്കുകയായിരുന്നു. എന്നാൽ 34ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി റമിരസ് ഗോളാക്കി മാറ്റിക്കൊണ്ട് പഞ്ചാബിനെ ഒപ്പമെത്തിച്ചു. പക്ഷേ ആദ്യ പകുതിയുടെ അവസാനത്തിൽ കെവിൻ സിബിയെ ഒരു കിടിലൻ ഗോൾ നേടുകയായിരുന്നു. അതിനുശേഷം 71ാമത്തെ മിനിറ്റിൽ സൗൾ ക്രെസ്പോ കൂടി ഗോൾ കണ്ടെത്തി. അങ്ങനെയാണ് 1-3 ഗോളുകളുടെ ഒരു വിജയം നേടിക്കൊണ്ട് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ ഫൈനലിൽ പ്രവേശിച്ചിട്ടുള്ളത്. അർഹിച്ച ഒരു വിജയം തന്നെയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്താൻ FC ഗോവക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1-2 ഗോളുകൾക്കാണ് ഗോവ വിജയിച്ചിട്ടുള്ളത്. അതായത് മത്സരത്തിന്റെ 20ാമത്തെ മിനിറ്റിൽ ബ്രൈസൺ ഫെർണാണ്ടസ് ഗോൾ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് 23ാമത്തെ മിനിറ്റിലായിരുന്നു ഡേവിഡ് ടിമോറിന്റെ ഒരു കിടിലൻ ഗോൾ പിറന്നത്. അതായത് ഒരു കിടിലൻ ലോങ് റേഞ്ച് ഷോട്ടിൽ നിന്നാണ് ടിമോർ ഗോൾ കണ്ടെത്തിയത്. ഇതോടുകൂടി ആദ്യ പകുതിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഗോവ മുന്നിട്ട് നിന്നു. പിന്നീട് 53ാമത്തെ മിനിറ്റിൽ മുംബൈ സിറ്റിക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു. അത് അവർ പാഴാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ 59ാമത്തെ മിനിറ്റിൽ ബ്രാൻഡൻ ഫെർണാണ്ടസ് ഒരു ഗോൾ കണ്ടെത്തി. പക്ഷെ പിന്നീട് ഗോളുകൾ ഒന്നും നേടാൻ സാധിക്കാതെ വന്നതോടുകൂടി മുംബൈ സിറ്റിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു. ആ പെനാൽറ്റി പാഴാക്കിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ മത്സരത്തിൽ അവർക്കൊരു സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന ടീമുകളായ FC ഗോവയും ഈസ്റ്റ് ബംഗാളുമാണ് ഇപ്പോൾ ഫൈനലിന് യോഗ്യത നേടിയിട്ടുള്ളത്. ഡിസംബർ 7-ാം തീയതി അഥവാ വരുന്ന ഞായറാഴ്ചയാണ് ഈ 2 ടീമുകളും തമ്മിലുള്ള കലാശ പോരാട്ടം അരങ്ങേറുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.